നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും, അത് പണത്തിന്റെയാകട്ടെ, ബന്ധങ്ങളിലെയാകട്ടെ, ആരോഗ്യത്തിന്റെയാകട്ടെ, അല്ലെങ്കിൽ കരിയറിന്റെയാകട്ടെ, അതിനെല്ലാമുള്ള പരിഹാരം നിങ്ങളുടെ കൈവശം ആദ്യമേ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, റോണ്ട ബേണിന്റെ റോണ്ട ബേൺ മാന്ത്രിക പുസ്തകമായ ദ മാജിക്കിൽ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു രഹസ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് നന്ദി പറയുന്നതിന്റെ ശക്തിയാണ്, നന്ദി അറിയിക്കുന്നതിന്റെ മാന്ത്രികത. ഇതൊരു സാധാരണ നന്ദി പറയലല്ല. ഇത് നിങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും ഭാഗ്യത്തെയും മാറ്റാൻ കഴിയുന്ന ഒരു ആന്തരിക ഫ്രീക്വൻസിയാണ്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, ഈ മാന്ത്രിക ശക്തി എല്ലാവർക്കുമുണ്ട്. ഇത് എങ്ങനെ ഉണർത്താമെന്നും ഒരു ശീലമാക്കി നിങ്ങളുടെ ലോകത്തെ മുഴുവൻ പ്രകാശപൂർണമാക്കാമെന്നും പഠിച്ചാൽ മതി. നിങ്ങളുടെ ഉള്ളിലെ മാന്ത്രിക ശക്തിയെ തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാണോ? ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ആ 28 ദിവസത്തെ മാന്ത്രിക പ്ലാനിനെക്കുറിച്ചറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഓരോ ദിവസവും ഒരു പുതിയ വെളിച്ചം കൊണ്ടുവരുന്ന ആ യാത്ര നമുക്കിന്ന് ആരംഭിക്കാം. ദ മാജിക് എന്ന ലോകത്തിലേക്ക് സ്വാഗതം. ഇവിടെ നന്ദി പറയൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചറായി മാറും. ഭാഗം 1. ദിവസം 1. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നിങ്ങൾ ഓരോ ദിവസത്തിനും നന്ദിയുള്ളവരാണെങ്കിൽ കൂടുതൽ നേടാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തുറന്നുകിട്ടും. 1-ാം ദിവസം റോണ്ട ബേൺ പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി കൃതജ്ഞതയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്നും ഇവിടെ നിന്നാണ് മാന്ത്രികതയുടെ തുടക്കമെന്നുമാണ്. എല്ലാ ദിവസവും രാവിലെ ഉണർന്ന ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ 10 കാര്യങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുക. ഉദാഹരണത്തിന്, കുടുംബം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭക്ഷണം, മൊബൈൽ, സുഹൃത്തുക്കൾ, ഇന്നത്തെ ദിവസം എന്തുമാകാം. ഓരോ നന്ദിയും ഇങ്ങനെ എഴുതുക: ഞാനിതിന് നന്ദിയുള്ളവനാണ്, നന്ദിയുള്ളവളാണ്. കാരണം ഇത് നിങ്ങളുടെ ശ്രദ്ധ ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഉള്ള കാര്യങ്ങളിലേക്ക് മാറ്റും. ഈ മനോഭാവം നിങ്ങളെ സമൃദ്ധിയിലേക്ക് നയിക്കും. ദിവസം 2. മാന്ത്രിക കല്ല്, ദ മാജിക് റോക്ക്. 2-ാം ദിവസം റോണ്ട ഒരു ദിവസം മുഴുവൻ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു മാർഗം നമുക്ക് നൽകുന്നു. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഒരു ചെറിയ കല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവോ കയ്യിലെടുത്ത് ആ ദിവസത്തെ ഏറ്റവും നല്ല സംഭവം ഓർക്കുക. എന്നിട്ട് പറയുക: ഈ നിമിഷത്തിന് ഞാൻ മനസ്സു നിറഞ്ഞ് നന്ദിയുള്ളവനാണ്, നന്ദിയുള്ളവളാണ്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ രാത്രി മുഴുവൻ അതേ പോസിറ്റീവ് ഊർജ്ജത്തിൽ നിലനിർത്തുകയും ഉപബോധ മനസ്സിൽ കൃതജ്ഞതയും സന്തോഷവും അനുഭവപ്പെടുത്തുകയും ചെയ്യും. ദിവസം 3. മാന്ത്രിക ബന്ധങ്ങൾ, മാജിക്കൽ റിലേഷൻഷിപ്സ്. ഓരോ ബന്ധവും ഒരു കണ്ണാടിയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത് തന്നെ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ഈ ദിവസം ബന്ധങ്ങളിൽ കൃതജ്ഞത കൊണ്ടുവരുന്നതിലൂടെ എങ്ങനെ വിഷമയമായ അല്ലെങ്കിൽ ദുർബലമായ ബന്ധങ്ങളെപ്പോലും മാറ്റിയെടുക്കാമെന്ന് റോണ്ട പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തിയ 3 ആളുകളെക്കുറിച്ച് ചിന്തിക്കുക. ഇനി ഓരോ വ്യക്തിക്കും നിങ്ങൾ നന്ദിയുള്ളവരായ 5 കാര്യങ്ങൾ എഴുതുക. ഉദാഹരണത്തിന്, ഞാൻ എന്റെ അച്ഛനോട് നന്ദിയുള്ളവനാണ്, നന്ദിയുള്ളവളാണ്, കാരണം അദ്ദേഹം എന്നെ ഒരിക്കലും തോൽക്കാൻ അനുവദിച്ചില്ല. ഇത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല ആളുകളെ കൊണ്ടുവരികയും ചെയ്യും. ദിവസം 4. മാന്ത്രിക ആരോഗ്യം, മാജിക്കൽ ഹെൽത്ത്. ആരോഗ്യം നമ്മൾക്ക് അസുഖം വരുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാകുന്നത്. 4-ാം ദിവസം ആരോഗ്യത്തോടുള്ള കൃതജ്ഞത രോഗങ്ങളെ അകറ്റുക മാത്രമല്ല, ശരീരത്തിന്റെ രോഗശാന്തി പ്രക്രിയയെ വേഗത്തിലാക്കുകയും ചെയ്യുമെന്ന് റോണ്ട പറയുന്നു. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിനും, കണ്ണുകൾ, ഹൃദയം, കൈകാലുകൾ, ശ്വാസം, നന്ദി പ്രകടിപ്പിക്കുക. ഉദാഹരണത്തിന്, എനിക്ക് ഈ മനോഹരമായ ലോകം കാണാൻ കഴിയുന്നതിനാൽ ഞാൻ എന്റെ കണ്ണുകളോട് നന്ദിയുള്ളവനാണ്, നന്ദിയുള്ളവളാണ്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറും. യഥാർത്ഥ ജീവിത ഉദാഹരണം: 26 വയസ്സുള്ള കഷ്ടപ്പെടുന്ന ഒരു ജീവനക്കാരനായിരുന്നു ആകാശ്. മുമ്പ് ശമ്പളം കുറവാണെന്നും ബോസ് ദേഷ്യക്കാരനാണെന്നും സുഹൃത്തുക്കൾ ചതിച്ചുവെന്നും അവൻ എല്ലാ ദിവസവും പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം അവൻ ദ മാജിക് എന്ന പുസ്തകത്തിലെ ദിവസം 1 മുതൽ 4 വരെയുള്ള അഭ്യാസങ്ങൾ ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും നന്ദി രേഖപ്പെടുത്തി, മാന്ത്രിക കല്ല് ഉപയോഗിച്ചു, മാതാപിതാക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു, ആരോഗ്യത്തിന് നന്ദിയുള്ളവനായി. 1 മാസത്തിനുള്ളിൽ അവന്റെ ചിന്താഗതി മാറി, ബോസിന്റെ പെരുമാറ്റം മെച്ചപ്പെട്ടു. അപ്രതീക്ഷിതമായി അവന് 2x ശമ്പളത്തിൽ ഒരു പുതിയ അവസരം ലഭിച്ചു. പഠിക്കേണ്ട പാഠം: നിങ്ങൾ നന്ദിയുള്ളവരാകുമ്പോൾ ലോകം മുഴുവൻ നിങ്ങൾക്ക് കൂടുതൽ നൽകാൻ തയ്യാറാകും. വെറും 4 ദിവസം കൊണ്ട് ജീവിതത്തിൽ ഇത്രയധികം മാറ്റം വരാൻ കഴിയുമെങ്കിൽ ദിവസം 5 മുതൽ 28 വരെയുള്ള മാന്ത്രികത എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പണം, ബന്ധങ്ങൾ, കരിയർ, മാന്ത്രികത കാണാൻ നിങ്ങൾ തയ്യാറാണോ? ഭാഗം 2. ദിവസം 5 മുതൽ ദിവസം 8 വരെ. പണം, കരിയർ, സ്വപ്നങ്ങൾ എന്നിവയിലെ മാന്ത്രികത. ദിവസം 5. മാന്ത്രിക പണം, മാജിക് മണി. പണത്തോട് നന്ദിയുള്ളവരല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പണം ഉണ്ടാകില്ലെന്ന് റോണ്ട പറയുന്നു. എന്നാൽ നിങ്ങൾ ഓരോ രൂപയ്ക്കും നന്ദിയുള്ളവനാണെങ്കിൽ പണം നിങ്ങളിലേക്ക് വരാനുള്ള വഴികൾ തുറക്കപ്പെടും. 1.
ബാല്യം മുതൽ ഇന്നുവരെ നിങ്ങൾക്ക് പണം ലഭിച്ച എല്ലാ സന്ദർഭങ്ങളെയും ഓർത്ത് ഓരോന്നിനും നന്ദി പ്രകടിപ്പിക്കുക. 2. നിങ്ങളുടെ വാലറ്റോ പണമോ കയ്യിലെടുത്ത് പറയുക, എനിക്ക് ധാരാളം പണം ലഭിച്ചതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. കാരണം നിങ്ങൾ പണത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അത് വർദ്ധിച്ച് നിങ്ങളിലേക്ക് തിരികെ വരും. ദിവസം 6 മാന്ത്രികമായി പ്രവർത്തിക്കുന്നു. വർക്ക്സ് ലൈക്ക് മാജിക്. ജോലിയെ വെറുക്കുന്നത് കരിയർ ഉണ്ടാക്കില്ല, മറിച്ച് ജോലിയിൽ നന്ദി കാണിക്കുന്നത് കരിയറിൽ മാന്ത്രികത സൃഷ്ടിക്കുമെന്ന് റോണ്ട പറയുന്നു. നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ പഠനത്തിലോ കൃതജ്ഞത കൊണ്ടുവരാൻ തുടങ്ങിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും അവർ പറയുന്നു. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട 10 കാര്യങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുക. ഉദാഹരണത്തിന് ലാപ്ടോപ്പ്, സഹപ്രവർത്തകർ, പഠനം, വരുമാനം. ഓരോ നന്ദിയും ഇങ്ങനെ എഴുതുക: എന്റെ ജോലിയിൽ ഞാൻ ഇതിന് നന്ദിയുള്ളവനാണ്, നന്ദിയുള്ളവളാണ്. കാരണം ഈ അഭ്യാസം നിങ്ങളുടെ ജോലിയെ ഒരു ഭാരമല്ല, ഒരു അനുഗ്രഹമാക്കി മാറ്റും. ദിവസം 7 നെഗറ്റിവിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാന്ത്രിക വഴി. ദ മാജിക്കൽ വേ ഔട്ട് ഓഫ് നെഗറ്റിവിറ്റി. ഈ ദിവസം ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കുന്ന ഒന്നാണ്. ഓരോ പ്രശ്നത്തിനു പിന്നിലും കൃതജ്ഞതയുടെ ഒരു വഴിയുണ്ടെന്ന് റോണ്ട പറയുന്നു. 1. നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു പ്രശ്നം തിരഞ്ഞെടുക്കുക. 2. ഇനി ആ അവസ്ഥയിൽ നിന്ന് 10 നല്ല കാര്യങ്ങൾ കണ്ടെത്തി അവയ്ക്ക് നന്ദി പ്രകടിപ്പിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ നന്ദിയുള്ളവനാണ്, നന്ദിയുള്ളവളാണ്. കാരണം എനിക്കിപ്പോൾ എന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പുതിയ അവസരം കണ്ടെത്താൻ സമയം ലഭിച്ചു. ഈ അഭ്യാസം എല്ലാ നെഗറ്റീവ് കാര്യങ്ങളെയും പോസിറ്റീവായ ഒരു പാഠമാക്കി മാറ്റാൻ സഹായിക്കും. ദിവസം 8 മാന്ത്രിക ചേരുവ. ദ മാജിക് ഇൻഗ്രീഡിയന്റ്. കൃതജ്ഞതയാണ് ഭക്ഷണത്തിന്റെയും ജീവിതത്തിന്റെയും മാന്ത്രിക ചേരുവ. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നന്ദി പ്രകടിപ്പിച്ചാൽ ആ ഭക്ഷണം രുചികരം മാത്രമല്ല, ശരീരത്തിന് ഒരു മരുന്ന് പോലെയും പ്രവർത്തിക്കുമെന്ന് റോണ്ട പറയുന്നു. ഓരോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നിശബ്ദമായി അല്ലെങ്കിൽ ഉച്ചത്തിൽ പറയുക: ഈ രുചികരവും പോഷകസമൃദ്ധവുമായ ഭക്ഷണത്തിന് നന്ദി. ഇത് നിങ്ങളുടെ ശരീരം കൂടുതൽ ഊർജ്ജവും ആരോഗ്യവും വലിച്ചെടുക്കാൻ സഹായിക്കും. കൂടാതെ ഭക്ഷണത്തെക്കുറിച്ച് കുറ്റബോധമല്ല, കൃതജ്ഞത അനുഭവിക്കാൻ സഹായിക്കും. യഥാർത്ഥ ജീവിത ഉദാഹരണം. പണത്തെക്കുറിച്ചും ക്ലയന്റുകളെക്കുറിച്ചും വിഷമിച്ചിരുന്ന ഒരു ഫ്രീലാൻസറായിരുന്നു പ്രിയ. ഒരു ക്ലയന്റും തന്നെ വിശ്വസിക്കുന്നില്ലെന്നും പണം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും അവൾ എപ്പോഴും പരാതി പറയുമായിരുന്നു. ദ മാജിക് എന്ന പുസ്തകത്തിലെ 2ാം ഭാഗത്തിലെ അഭ്യാസങ്ങൾ അവൾ ചെയ്യാൻ തുടങ്ങി. പണത്തിന് നന്ദി പറഞ്ഞു, പഴയ ക്ലയന്റുകളെ ഓർത്ത് നന്ദി പറഞ്ഞു, ഭക്ഷണത്തിലും ദിനചര്യയിലും കൃതജ്ഞത നിറച്ചു. 1 മാസത്തിനുള്ളിൽ അവൾക്ക് 3 പുതിയ നല്ല വരുമാനം നൽകുന്ന ക്ലയന്റുകളെ ലഭിച്ചു. അവളുടെ ആത്മവിശ്വാസം ഇരട്ടിയായി. പഠിക്കേണ്ട പാഠം: നിങ്ങൾ കൃതജ്ഞതയോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങും. പണത്തിലും കരിയറിലും കൃതജ്ഞതയുടെ മാന്ത്രികത ഇത്രയും ഫലപ്രദമാണെങ്കിൽ നമ്മൾ ഇതിനെ ബന്ധങ്ങളിലും സ്വപ്നങ്ങളിലും ജീവിതം മുഴുവനും പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഭാഗം 3 ദിവസം 9 മുതൽ ദിവസം 12 വരെ. ബന്ധങ്ങൾ, ആരോഗ്യം, സ്വപ്നങ്ങൾ എന്നിവയിലെ മാന്ത്രികത. ദിവസം 9 ബന്ധങ്ങളിലെ മാന്ത്രികത. ദ മാജിക് ഓഫ് റിലേഷൻഷിപ്സ്. നിങ്ങൾ ഒരാളെക്കുറിച്ച് മോശമായി ചിന്തിച്ചാൽ ആ ബന്ധം കൂടുതൽ വഷളാകുമെന്ന് റോണ്ട പറയുന്നു. എന്നാൽ നിങ്ങൾ ഓരോ ബന്ധത്തിനും നന്ദിയുള്ളവനാണെങ്കിൽ അത് മാറാൻ തുടങ്ങും. 1. അടുപ്പമുള്ള ഒരാളുടെ ഫോട്ടോ എടുക്കുക. ഉദാഹരണത്തിന് അമ്മ, സഹോദരൻ അല്ലെങ്കിൽ ജീവിത പങ്കാളി. 2. അവരുടെ 5 നല്ല ഗുണങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുക. ഉദാഹരണത്തിന് ഞാൻ ഇതിന് നന്ദിയുള്ളവനാണ്, നന്ദിയുള്ളവളാണ്. 3. ദിവസത്തിൽ ഒരിക്കലെങ്കിലും ആ ഫോട്ടോ നോക്കി ചിരിക്കുക, മനസ്സു നിറഞ്ഞ് നന്ദി പറയുക. ഈ അഭ്യാസം നിങ്ങളുടെ മനസ്സിലെ നീരസം ഇല്ലാതാക്കുകയും ബന്ധങ്ങളിൽ സ്നേഹം നിറയ്ക്കുകയും ചെയ്യും. ദിവസം 10 എല്ലാവർക്കും മാന്ത്രിക പൊടി തൂകുക. സ്പ്രിങ്കിൾ മാജിക് ഡസ്റ്റ് ഓൺ എവ്രിവൺ. ഓരോ വ്യക്തിയെയും അഭിനന്ദിക്കുന്നത് അവർക്കൊരു അദൃശ്യമായ അനുഗ്രഹമായി മാറുമെന്ന് റോണ്ട പറയുന്നു. 1. ഒരു ദിവസം മുഴുവൻ നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും, പാൽക്കാരൻ, ഓഫീസ് ജീവനക്കാർ, ഡ്രൈവർ, കടക്കാരൻ, നിശബ്ദമായി നന്ദി പറയുക. 2. ആരുടെ മേലെങ്കിലും മാനസികമായി മാന്ത്രിക പൊടി തൂകുക, അതായത് അവർക്ക് അനുഗ്രഹം നൽകുക. എന്നിട്ട് പറയുക: നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും വിജയവും ഉണ്ടാകട്ടെ. ഇത് അവരുടെ ദിവസം മാത്രമല്ല, നിങ്ങളുടെ ഹൃദയവും വലുതാക്കും. ദിവസം 11 ഒരു മാന്ത്രിക പ്രഭാതം. എ മാജിക്കൽ മോർണിംഗ്. രാവിലെ എങ്ങനെയാണോ അതുപോലെയായിരിക്കും നിങ്ങളുടെ ദിവസം എന്ന് റോണ്ട പറയുന്നു. രാവിലെ കൃതജ്ഞതയോടെ തുടങ്ങിയാൽ ദിവസം അത്ഭുതങ്ങൾ കൊണ്ട് നിറയും. രാവിലെ ഉണർന്നയുടൻ കണ്ണു തുറന്ന ശേഷം മനസ്സിൽ പറയുക: ഇന്നത്തെ ദിവസത്തിന് നന്ദി. ഞാൻ ജീവിച്ചിരിക്കുന്നതിന് നന്ദിയുള്ളവനാണ്, നന്ദിയുള്ളവളാണ്. പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും കുളിക്കുമ്പോഴുമെല്ലാം ഓരോ കാര്യത്തിനും നന്ദി പറയുക. നിങ്ങൾ കൃതജ്ഞതയെ നിങ്ങളുടെ പ്രഭാതത്തിന്റെ ഭാഗമാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവും ആകർഷകവുമാകും. ദിവസം 12 മാറ്റമുണ്ടാക്കിയ മാന്ത്രിക ആളുകൾ. മാജിക്കൽ പീപ്പിൾ ഹു മെയ്ഡ് എ ഡിഫറൻസ്. നമ്മുടെ ജീവിതത്തിൽ നല്ലത് ചെയ്ത ആളുകളെ ഓർക്കാൻ റോണ്ട ഈ ദിവസം നമ്മോട് ആവശ്യപ്പെടുന്നു. അത് ഒരുപക്ഷെ നമ്മുടെ സ്കൂൾ ടീച്ചറോ, ഡോക്ടറോ, സുഹൃത്തോ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ച ഒരു അപരിചിതനോ ആകാം.
1. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തിയ 3 ആളുകളെ തിരഞ്ഞെടുക്കുക. 2. അവർക്ക് വേണ്ടി 5 കൃതജ്ഞതാ പ്രസ്താവനകൾ എഴുതുക. ഉദാഹരണത്തിന്, ഞാൻ എന്റെ സ്കൂൾ ടീച്ചറായ ശ്രീ ശർമ്മയോട് നന്ദിയുള്ളവളാണ്, കാരണം അദ്ദേഹം എന്നിൽ ആത്മവിശ്വാസം വളർത്തി. ഈ അഭ്യാസം നിങ്ങളുടെ മനസ്സിൽ കൃതജ്ഞതയും ദയയും നിറയ്ക്കും. നിങ്ങളൊരു ദാതാവായി മാറാൻ തയ്യാറാണെന്ന് പ്രപഞ്ചത്തിന് സൂചന നൽകും. യഥാർത്ഥ ജീവിത ഉദാഹരണം: 30 വയസ്സുള്ള ഒരു സെയിൽസ്മാനായ രമേശിന് വ്യക്തിപരമായ ജീവിതത്തിലും തൊഴിൽപരമായ ജീവിതത്തിലും വലിയ പിരിമുറുക്കങ്ങളുണ്ടായിരുന്നു. അവൻ ബോസുമായും ഭാര്യയുമായും വഴക്കിട്ടു. ദ മാജിക് പുസ്തകത്തിലെ 3-ാം ഭാഗം അവൻ ചെയ്യാൻ തുടങ്ങി. ഭാര്യയുടെ ഫോട്ടോ നോക്കി അവളുടെ 5 ഗുണങ്ങൾക്ക് നന്ദി പറഞ്ഞു. ബോസിനോട് മനസ്സിൽ നന്ദി പറഞ്ഞു. രാവിലെ കൃതജ്ഞതയോടെ ദിവസം തുടങ്ങി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവന്റെ ഭാര്യയുടെ പെരുമാറ്റം മാറി. ബോസ് അവനെ അഭിനന്ദിച്ചു. അവന്റെ വിൽപ്പന 30% വർദ്ധിച്ചു. പഠിക്കേണ്ട പാഠം: നിങ്ങൾ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കാതെ സ്വയം കൃതജ്ഞതയോടെ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറാൻ തുടങ്ങും. ബന്ധങ്ങളെയും ആരോഗ്യത്തെയും പഴയ ഓർമ്മകളെയും മാറ്റാൻ കൃതജ്ഞതയ്ക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളും കരിയറും ലക്ഷ്യങ്ങളും ഇതിലൂടെ മെച്ചപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഭാഗം 4. ദിവസം 13 മുതൽ ദിവസം 16 വരെ. ബുദ്ധിമുട്ടുകൾ, പണം, സ്വപ്നങ്ങൾ എന്നിവയിലെ മാന്ത്രികത. ദിവസം 13. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കുക. മേക്ക് ഓൾ യുവർ വിഷസ് കം ട്രൂ. കൃതജ്ഞത എന്നത് നിങ്ങളിപ്പോൾ ഉള്ളിടത്തുനിന്ന് നിങ്ങളാകാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പാലമാണെന്ന് റോണ്ട പറയുന്നു. 1. നിങ്ങളുടെ ഏറ്റവും വലിയ 10 ആഗ്രഹങ്ങൾ എഴുതുക. 2. ഓരോ ആഗ്രഹവും അത് സഫലമായതുപോലെ എഴുതുക. ഉദാഹരണത്തിന്, എനിക്ക് എന്റെ സ്വപ്നജോലി ലഭിച്ചതിൽ ഞാൻ വളരെ നന്ദിയുള്ളവളാണ്. 3. ഓരോ വാക്യവും മനസ്സിൽ കണ്ട് 3 തവണ നന്ദി പറയുക. ഭാവിയിലെ കാര്യങ്ങൾക്ക് ഇന്ന് നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ അവയെ ആകർഷിക്കാൻ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുകയാണ്. ദിവസം 14. ഒരു മാന്ത്രിക ദിവസം നേടുക. ഹാവ് എ മാജിക്കൽ ഡേ. ഈ ദിവസത്തിന്റെ ലക്ഷ്യം ദിവസം മുഴുവൻ മുൻകൂട്ടി പോസിറ്റിവിറ്റി നിറയ്ക്കുക എന്നതാണ്. 1. ദിവസം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ദിവസം സുഗമവും നല്ലതും മാന്ത്രികവുമാകുമെന്ന് മനസ്സിൽ കാണുക. 2. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കോ കണ്ടുമുട്ടാൻ പോകുന്ന ആളുകൾക്കോ മുൻകൂട്ടി മനസ്സിൽ നന്ദി പറയുക. ഉദാഹരണത്തിന്, എന്റെ മീറ്റിംഗ് വളരെ നന്നായി നടന്നതിന് നന്ദി. ഇന്ന് ട്രാഫിക് ഇല്ലാതിരുന്നതിന് നന്ദി. ഇത് നിങ്ങളുടെ ദിവസത്തെ യാഥാർത്ഥ്യത്തിനു മുൻപേ കൃതജ്ഞതയോടെ സജ്ജമാക്കുന്നു. ഇത് അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ദിവസം 15. മാന്ത്രികതയും പണവും. മാജിക് ആൻഡ് മണി. നിങ്ങൾ പണത്തോട് നന്ദിയുള്ളവരല്ലെങ്കിൽ പണം നിങ്ങളിൽ നിന്ന് അകന്നുപോകുമെന്ന് റോണ്ട ഒരു പ്രധാന ആശയം പങ്കുവയ്ക്കുന്നു. 1. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പണം ലഭിച്ച എല്ലാ സന്ദർഭങ്ങൾക്കും നന്ദി പ്രകടിപ്പിക്കുക. ഉദാഹരണത്തിന്, എന്റെ ആദ്യത്തെ ശമ്പളത്തിന് നന്ദി. എന്റെ കോളേജ് ഫീസ് നൽകിയതിന് നന്ദി. 2. നിങ്ങൾ പണം ചെലവഴിക്കുമ്പോഴെല്ലാം മനസ്സിൽ പറയുക, എനിക്ക് ചെലവഴിക്കാൻ പണമുള്ളതിന് നന്ദി. കൃതജ്ഞത പണവുമായി ഒരു പോസിറ്റീവ് ബന്ധം സൃഷ്ടിക്കുന്നു. അത് പണം വർദ്ധിപ്പിക്കുന്നു. ദിവസം 16. ആരോഗ്യത്തിലെ മാന്ത്രികതയും അത്ഭുതങ്ങളും. മാജിക് ആൻഡ് മിറക്കിൾസ് ഇൻ ഹെൽത്ത്. ആരോഗ്യത്തിന് നന്ദി പറയുന്നത് രോഗശാന്തി നൽകുക മാത്രമല്ല, നമ്മുടെ ശരീരത്തെ സ്വയം നന്നാക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. 1. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും നന്ദി പറയുക. ഉദാഹരണത്തിന്, എനിക്ക് ലോകം കാണിച്ചു തരുന്ന എന്റെ കണ്ണുകൾക്ക് നന്ദി. എന്നെ ജീവനോടെ നിർത്തുന്ന എന്റെ ശ്വാസത്തിന് നന്ദി. 2. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഇങ്ങനെ പറയുക, എന്റെ ശരീരം പൂർണ്ണമായി സുഖം പ്രാപിക്കുന്നതിൽ ഞാൻ വളരെ നന്ദിയുള്ളവളാണ്. പോസിറ്റീവ് വിശ്വാസത്തിന്റെയും കൃതജ്ഞതയുടെയും സംയോജനം ശരീരത്തിന്റെ പ്രതിരോധശേഷിയും രോഗമുക്തിയും വേഗത്തിലാക്കുന്നു. യഥാർത്ഥ ജീവിത ഉദാഹരണം: സ്ഥിരമായി മൈഗ്രെയിൻ പ്രശ്നമുണ്ടായിരുന്ന ഒരു ജോലിക്കാരിയായിരുന്നു സ്നേഹ. ദ മാജിക് പുസ്തകത്തിലെ 16-ാം ദിവസത്തെ ആരോഗ്യ കൃതജ്ഞത അവൾ ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ അവൾ കണ്ണുകൾക്കും തലച്ചോറിനും വയറിനും ഹൃദയത്തിനും ഞരമ്പുകൾക്കും നന്ദി പറഞ്ഞു. അതോടൊപ്പം എന്റെ തല ഇപ്പോൾ ഭാരം കുറഞ്ഞതും സ്ട്രെസ്സില്ലാത്തതുമായിരിക്കുന്നതിന് നന്ദി എന്നും അവൾ പറഞ്ഞു. 30 ദിവസത്തിനുള്ളിൽ അവളുടെ മൈഗ്രെയിൻ 70% വരെ കുറഞ്ഞു. പോസിറ്റീവ് ചിന്തയും കൃതജ്ഞതയും മാത്രം എങ്ങനെ ഇത്രയധികം രോഗശാന്തി നൽകിയെന്ന് അവളുടെ ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടു. പഠിക്കേണ്ട പാഠം: നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് സ്നേഹവും കൃതജ്ഞതയും നൽകുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. ചിന്തകൾ മാത്രം മാറ്റി പണം, ബന്ധങ്ങൾ, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്താൻ കൃതജ്ഞതയ്ക്ക് കഴിയുമെങ്കിൽ നമ്മൾ അതിനെ നമ്മുടെ ദൈനംദിന ശീലങ്ങളിലും പ്രതികരണങ്ങളിലും ഓരോ വികാരത്തിലും ഉൾപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഭാഗം 5. ദിവസം 17 മുതൽ ദിവസം 20 വരെ. ബന്ധങ്ങൾ, ലക്ഷ്യങ്ങൾ, മാന്ത്രികത, ആത്മബലം. ദിവസം 17. മാന്ത്രിക ചെക്ക്. പണം വരുന്നു. ദ മാജിക് ചെക്ക്. മണി ഈസ് കമ്മിങ്. നമ്മൾ ഒരു കാര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അത് മനസ്സിൽ കാണുകയും അതിന് നന്ദി പറയുകയും ചെയ്യുമ്പോൾ
അത് വളരെ വേഗത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് റോണ്ട ഈ അഭ്യാസത്തിൽ പറയുന്നു. അഭ്യാസം 1. ഒരു ഭാവനാപരമായ ചെക്കുണ്ടാക്കി അതിൽ നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന തുക എഴുതുക. 2. എഴുതിയ ശേഷം ആ പണം നിങ്ങൾക്ക് ലഭിച്ചുവെന്നും നിങ്ങൾ അത് ഉപയോഗിക്കുകയാണെന്നും മനസ്സിൽ കാണുക. 3. എല്ലാ ദിവസവും ആ ചെക്ക് നോക്കി മനസ്സ് നിറഞ്ഞു പറയുക, നന്ദി, 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 ഈ പണത്തിന് നന്ദി. ഈ പ്രക്രിയ ആകർഷണ നിയമത്തെ, ലോ ഓഫ് അട്രാക്ഷൻ സജീവമാക്കുന്നു. ഇത് നിങ്ങളുടെ സാമ്പത്തിക ആഗ്രഹത്തെ സാവധാനം യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങും. ദിവസം 18. മാന്ത്രിക ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ്, ദ മാജിക്കൽ ടു ഡു ലിസ്റ്റ്. ചിലപ്പോൾ നമ്മൾ ഒരു സാഹചര്യത്തിൽ കുടുങ്ങിപ്പോകാറുണ്ട്, എന്തു ചെയ്യണമെന്ന് മനസ്സിലാകാറില്ല. ഈ ദിവസത്തെ അഭ്യാസം നമ്മുടെ ഭാഗം മാത്രം ചെയ്യാനും ബാക്കി പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കാനും നമ്മളെ പഠിപ്പിക്കുന്നു. അഭ്യാസം 1. നിങ്ങൾ കുടുങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ജോലി ലഭിക്കുന്നില്ല, ഒരാളുമായി സംസാരിക്കാൻ കഴിയുന്നില്ല, ആശയക്കുഴപ്പമുണ്ട്. 2. ഒരു പേപ്പറിൽ എഴുതുക, പ്രപഞ്ചമേ, ദയവായി എന്നെ സഹായിക്കണേ, എന്നിട്ട് ആ പ്രശ്നം കൃതജ്ഞതയോടെ പ്രപഞ്ചത്തിന് സമർപ്പിക്കുക. നിങ്ങൾ വിശ്വാസത്തോടെയും കൃതജ്ഞതയോടെയും ഒരു കാര്യം പ്രപഞ്ചത്തിന് സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അതിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുന്നു, അത് പരിഹാരങ്ങളെ ആകർഷിക്കുന്നു. ദിവസം 19. മാന്ത്രിക കാൽപ്പാടുകൾ, മാജിക് ഫുട് സ്റ്റെപ്സ്. നിങ്ങൾ കൃതജ്ഞതയോടെ വയ്ക്കുന്ന ഓരോ ചുവടും പിന്നിൽ മാന്ത്രികതയുടെ ഒരു പാട് അവശേഷിപ്പിക്കുന്നു എന്ന് റോണ്ട പറയുന്നു. അഭ്യാസം 1. ദിവസത്തിൽ നടക്കുമ്പോഴോ ഓഫീസിലേക്ക് പോകുമ്പോഴോ പാർക്കിൽ കറങ്ങാനിറങ്ങുമ്പോഴോ ഓരോ ചുവടിലും മനസ്സിൽ പറയുക, നന്ദി. നിങ്ങളുടെ നടത്തത്തിൽ എത്രത്തോളം നന്ദി നിറയ്ക്കുന്നുവോ അത്രത്തോളം ഊർജ്ജവും ഉന്മേഷവും വ്യക്തതയും നിങ്ങൾക്ക് ലഭിക്കും. ഈ ലളിതമായ അഭ്യാസം നിങ്ങളുടെ ചിന്തിക്കുന്നതിനെയും അനുഭവിക്കുന്നതിനെയും ജീവിക്കുന്നതിനെയും പൂർണ്ണമായും മാറ്റിമറിക്കും. ദിവസം 20. ഹൃദയത്തിൽ നിന്നുള്ള മാന്ത്രികത, ഹാർട്ട് മാജിക്. ഈ ദിവസം ഏറ്റവും ആഴത്തിലുള്ള ഒന്നാണ്, കാരണം ഇതിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയും വേണം. അഭ്യാസം 1. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകിയ ഒരാളെ തിരഞ്ഞെടുക്കുക. മാതാപിതാക്കൾ, ടീച്ചർ, സുഹൃത്ത്, പങ്കാളി. 2. അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക അല്ലെങ്കിൽ മനസ്സിൽ കാണുക, എന്നിട്ട് പറയുക, നീ എനിക്കുവേണ്ടി ചെയ്ത എല്ലാത്തിനും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് കൃതജ്ഞത അയക്കുമ്പോൾ ആ വ്യക്തിയും ബന്ധവും സുഖപ്പെടും, ഒപ്പം നിങ്ങളും. യഥാർത്ഥ ജീവിത ഉദാഹരണം. കഷ്ടപ്പെട്ടിരുന്ന ഒരു സംരംഭകനായിരുന്നു പ്രതീക്. മാന്ത്രിക ചെക്ക് എന്ന അഭ്യാസം അവൻ ചെയ്തു. 5 ലക്ഷം രൂപ എന്ന തുക അതിലെഴുതി. എല്ലാ ദിവസവും മനസ്സിൽ കാണുന്നതിനൊപ്പം നന്ദി പറഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ അവന്റെ ഒരു പഴയ ക്ലയന്റ് അപ്രതീക്ഷിതമായി 4.8 ലക്ഷം രൂപ അഡ്വാൻസ് പേയ്മെന്റ് നൽകി. അവൻ പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയിരുന്നു, പക്ഷേ പ്രപഞ്ചം എന്റെ പ്രാർത്ഥന കേട്ടതുപോലെ എനിക്ക് തോന്നി. പഠിക്കേണ്ട പാഠം. നിങ്ങൾ വിശ്വാസത്തോടും കൃതജ്ഞതയോടും കൂടി ഒരു ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ പ്രപഞ്ചം വഴികൾ ഉണ്ടാക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഓരോ ചുവടിലും ഓരോ പ്രശ്നത്തിലും ഓരോ ബന്ധത്തിലും കൃതജ്ഞതയുടെ സ്പർശമുണ്ടായാൽ നിങ്ങൾക്കും നിങ്ങളുടെ ലോകത്തെ മാന്ത്രികത കൊണ്ട് നിറയ്ക്കാൻ കഴിയും. ഭാഗം 6. ദിവസം 21 മുതൽ ദിവസം 24 വരെ. ജീവിതത്തിലെ ഓരോ കാര്യത്തിലും മാന്ത്രികത നിറയ്ക്കുന്നു. ദിവസം 21. മികച്ച ഫലങ്ങൾ, മാഗ്നിഫിസന്റ് ഔട്ട്കംസ്. നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രിക ഫലങ്ങൾ കാണണമെങ്കിൽ മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കുകയും അതിന് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുക എന്ന് റോണ്ട പറയുന്നു. ഈ അഭ്യാസത്തിന്റെ അർത്ഥം നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിന്റെ ഫലം വളരെ നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുക എന്നതാണ്. അഭ്യാസം. ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ചിന്തിക്കുക. ഒരു മീറ്റിംഗ്, പരീക്ഷ, അഭിമുഖം അല്ലെങ്കിൽ ഒരാളെ കാണാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു പറയുക. ഈ കാര്യത്തിന്റെ മികച്ച ഫലത്തിന് നന്ദി. ഇത് നിങ്ങളുടെ മനസ്സിനെയും പ്രപഞ്ചത്തെയും പോസിറ്റീവ് ഫലത്തിനായി മുൻകൂട്ടി തയ്യാറാക്കുന്നു. ആ ഊർജ്ജം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ദിവസം 22. നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ, ബിഫോർ യുവർ വെരി ഐസ്. നമ്മൾ കൃതജ്ഞതയോടെ നോക്കുമ്പോൾ അതേ കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ മാറാൻ തുടങ്ങുമെന്ന് ഈ ദിവസം റോണ്ട പറയുന്നു. അഭ്യാസം. നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ആരോഗ്യം, പണം, ബന്ധം. എന്നിട്ട് ദിവസം മുഴുവൻ ആ കാര്യത്തെ നോക്കിയോ ചിന്തിച്ചോ പറയുക, ഞാൻ കാണുന്ന ഈ മാറ്റത്തിന് നന്ദി. ഇത് നമുക്ക് തത്സമയ മാറ്റത്തിന്റെ അനുഭവം നൽകുന്നു. അവിടെ ചെറിയ മാറ്റങ്ങൾ പോലും നമുക്ക് പെട്ടെന്ന് അനുഭവിക്കാൻ കഴിയും. ദിവസം 23. നിങ്ങൾ ശ്വസിക്കുന്ന മാന്ത്രിക വായു, ദ മാജിക്കൽ എയർ ദാറ്റ് യു ബ്രീത്ത്. റോണ്ട ബേൺ എഴുതുന്നു, വായുവിന്റെ സമ്മാനം വളരെ ലളിതമാണ്, നമ്മൾ അതിനെ നിസ്സാരമായി കാണുന്നു. എന്നാൽ ഇത് എല്ലാ സമ്മാനങ്ങളിലും വെച്ച് ഏറ്റവും വിലയേറിയതാണ്. അഭ്യാസം. നിങ്ങൾ ഓരോ തവണ ശ്വാസമെടുക്കുമ്പോഴും ഒരു മാന്ത്രിക ഊർജ്ജം ഉള്ളിലേക്കെടുക്കുകയാണെന്ന് അനുഭവിക്കുക. നിങ്ങൾ ശ്വാസം പുറത്തുവിടുമ്പോൾ നിങ്ങൾ കൃതജ്ഞത ചുറ്റും പരത്തുകയാണെന്ന് അനുഭവിക്കുക. ദിവസത്തിൽ കുറഞ്ഞത് 5 തവണയെങ്കിലും ഇത് ചെയ്യുക. എന്നിട്ട് പറയുക, ഞാൻ ശ്വസിക്കുന്ന ഈ മാന്ത്രിക വായുവിന് നന്ദി. നിങ്ങൾ ഓരോ ശ്വാസത്തിലും നന്ദി നിറയ്ക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജനില വളരെ ഉയരും. ദിവസം 24. മാന്ത്രിക വടി, ദ മാജിക് വാൻഡ്.
നിങ്ങൾക്ക് കൃതജ്ഞത മറ്റുള്ളവർക്ക് വേണ്ടിയും ഒരു മാന്ത്രിക വടി പോലെ ഉപയോഗിക്കാം എന്ന് റോണ്ട പറയുന്നു. ഇതിന്റെ അർത്ഥം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ലഭിക്കുന്നതായി മനസ്സിൽ കാണുകയും ചെയ്യുക എന്നതാണ്. അഭ്യാസം: നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആവശ്യമുള്ള ഏതെങ്കിലും വ്യക്തി എന്നിവർക്ക് അവർക്ക് ആവശ്യമുള്ളത് ലഭിക്കുന്നതായി മനസ്സിൽ കാണുക. ഹൃദയത്തിൽ നിന്ന് പറയുക, നന്ദി, 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 വ്യക്തിയുടെ പേരിന് ആഗ്രഹിച്ച കാര്യം ലഭിച്ചതിന് നന്ദി. ഇത് മറ്റുള്ളവരെ സഹായിക്കുക മാത്രമല്ല, നിങ്ങളുടെ ഊർജ്ജത്തെയും പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഭാഗം 7. ദിവസം 25 മുതൽ ദിവസം 28 വരെ കൃതജ്ഞത ഒരു ശീലമാക്കി മാറ്റുന്നു. ദിവസം 25. മാന്ത്രിക ഓർമ്മപ്പെടുത്തലുകൾ. ക്യൂ ദ മാജിക്. കൃതജ്ഞത ഓർക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തലുകളായി ഉപയോഗിക്കുക എന്നതാണ് എന്ന് റോണ്ട പറയുന്നു. നമ്മൾ പലപ്പോഴും നന്ദി പറയാൻ മറന്നുപോകുന്നു. ഈ ദിവസത്തെ അഭ്യാസം ദിവസം മുഴുവൻ കൃതജ്ഞതയെ ഓർമ്മിപ്പിക്കുന്ന ചില സൂചനകൾ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അഭ്യാസം: ദിവസം മുഴുവൻ 3 സൂചനകൾ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, ഫോൺ റിംഗ് ചെയ്യുമ്പോൾ, കാറിന്റെ ഹോൺ കേൾക്കുമ്പോൾ, ഏതെങ്കിലും വാതിൽ തുറക്കുമ്പോൾ, ഘടികാരത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ. ഓരോ തവണയും ആ സൂചന വരുമ്പോൾ മനസ്സിൽ പറയുക, നന്ദി, നന്ദി, നന്ദി. ഇത് നിങ്ങളുടെ തലച്ചോറിനെ യാന്ത്രികമായി കൃതജ്ഞതയുടെ ഫ്രീക്വൻസിയിൽ സജ്ജമാക്കുന്നു. ദിവസം 26. തെറ്റുകളെ അനുഗ്രഹങ്ങളാക്കി മാന്ത്രികമായി മാറ്റുക. മാജിക്കലി ട്രാൻസ്ഫോം മിസ്റ്റേക്സ് ഇൻടു ബ്ലെസ്സിങ്സ്. നമ്മുടെ തെറ്റുകളിലും ദുരിതങ്ങളിലും പോലും നമുക്ക് മാന്ത്രികത കണ്ടെത്താൻ കഴിയുമെന്ന് റോണ്ട പറയുന്നു. ഓരോ തെറ്റും ഒരു ഒളിഞ്ഞുകിടക്കുന്ന അനുഗ്രഹമാണ്. അഭ്യാസം: നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റെന്ന് തോന്നിയ 10 സംഭവങ്ങൾ ഓർക്കുക. എന്നിട്ട് ഓരോന്നിനെക്കുറിച്ചും അതിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചെന്ന് ചിന്തിക്കുക. പറയുക, ഞാനിതിന് നന്ദിയുള്ളവനാണ്, നന്ദിയുള്ളവളാണ്, കാരണം ഇതെന്നെ പഠിപ്പിച്ചു. ഈ അഭ്യാസം വേദനയെ ശക്തിയായി മാറ്റാനുള്ള ഒരു അത്ഭുതകരമായ മാർഗമാണ്. ദിവസം 27. മാന്ത്രിക കണ്ണാടി. ദ മാജിക് മിറർ. ഈ ദിവസം ഏറ്റവും വൈകാരികവും ആത്മാവിനെ സ്പർശിക്കുന്നതുമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങൾക്ക് മറ്റൊരാളെയും സത്യസന്ധമായി സ്നേഹിക്കാൻ കഴിയില്ല എന്ന് റോണ്ട പറയുന്നു. അഭ്യാസം: കണ്ണാടിയുടെ മുന്നിൽ പോയി നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുക, നീ ഇങ്ങനെയായിരിക്കുന്നതിന് നന്ദി. പിന്നീട് നിങ്ങളുടെ 10 നല്ല ഗുണങ്ങൾ പറഞ്ഞ് ഓരോ തവണയും പറയുക, ഇതിന് നന്ദി. ഇത് നിങ്ങളുടെ ആത്മാഭിമാനത്തെയും ആത്മസ്നേഹത്തെയും ഉള്ളിൽ നിന്ന് ശക്തമാക്കും. ദിവസം 28. മാന്ത്രികത ഓർമ്മിക്കുക. റിമെമ്പർ ദ മാജിക്. ഇതൊരു അവസാന അഭ്യാസമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കമാണ്. കഴിഞ്ഞ 27 ദിവസങ്ങളിൽ നിങ്ങൾ പഠിച്ച മാന്ത്രികതയെ നിങ്ങളുടെ ശീലമാക്കി മാറ്റണമെന്ന് റോണ്ട ആഗ്രഹിക്കുന്നു. അഭ്യാസം: രാവിലെ 10 കാര്യങ്ങൾക്ക് നന്ദി പറയുക. രാത്രി മാന്ത്രിക കല്ലോ ഏതെങ്കിലും വസ്തുവോ പിടിച്ച് ദിവസത്തിലെ ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി പറയുക. ദിവസം മുഴുവൻ ഓർമ്മപ്പെടുത്തലുകൾ ഉപയോഗിച്ച് ഓരോ ചെറിയ അനുഭവത്തിനും നന്ദി പറയുക. ആഴ്ചയിലൊരിക്കൽ ഏതെങ്കിലും പഴയ അഭ്യാസം ആവർത്തിക്കുക. നിങ്ങൾ കൃതജ്ഞതയെ ഒരു ജീവിത ശൈലിയാക്കുമ്പോൾ മാന്ത്രികത സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കും. റോണ്ട ബേണിന്റെ ദ മാജിക് വെറും കൃതജ്ഞതയെക്കുറിച്ചുള്ള ഒരു പുസ്തകമല്ല. ഇത് ജീവിതത്തെ ഉള്ളിൽ നിന്ന് മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയയാണ്. നിങ്ങൾ എല്ലാ ദിവസവും കൃതജ്ഞതയോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ബന്ധങ്ങൾ മെച്ചപ്പെടും, പണം ആകർഷിക്കപ്പെടും, ആരോഗ്യം നന്നാകും, നിങ്ങൾ ഉള്ളിൽ നിന്ന് ശാന്തനും സന്തോഷവാനുമാകും.